ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമ്മൾ മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മീൻ തോരൻ അല്ലെങ്കിൽ മീൻ ഉലർത്ത് എന്നൊക്കെ പറയാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അധികം മുള്ളില്ലാത്ത ഏത് ടൈപ്പ് മീൻ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ഞാനിപ്പം ഇവിടെ നെയ്മീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ നെയ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നേരെ അടുപ്പത്തോട്ട് വെക്കാം. ഞാനിവിടെ ആദ്യമേ തന്നെ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെയും എല്ലാ ഭാഗത്തേക്കും ഒന്നാകാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ചും മറിച്ചുവിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പം മീനൊക്കെ കുറച്ച് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട കാര്യമില്ല, തുറന്നു വെച്ചിട്ട് തന്നെ നമ്മൾക്ക് വേവിച്ചെടുക്കാം. കാരണം നമ്മൾക്കിതിൻ്റെ വെള്ളം ആവശ്യമില്ല, അതുകൊണ്ട് വെള്ളം ഒന്ന് വറ്റിയാൽ നല്ലതാണ്. ഇപ്പം മീനെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം കുറച്ചൊന്ന് വറ്റി വരും. ഇപ്പം മീനെല്ലാം നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. വെള്ളം അധികം ഉണ്ടെങ്കിൽ അത് കളയാം. ഇനി നമ്മൾക്കിതിൻ്റെ മുള്ളെല്ലാം മാറ്റണം. അതിനായിട്ട് എല്ലാത്തിൻ്റെയും മുള്ളെടുക്കുക. നടുവിലത്തെ മുള്ളും പിന്നെ അതിൻ്റെ സൈഡിലും മുള്ളുണ്ടായിരിക്കും. അതെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ മീനെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് വാളൻപുളിയാണ്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. കുറച്ചധികം എടുത്തിട്ടുണ്ട്. 2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പില, 5-6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 കാന്താരി മുളക്, ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കല്ലിൽ ചതച്ചെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സവാള വേണമെങ്കിലും ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എല്ലാം കൂടെ ചതച്ചെടുത്ത് ഇതും സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക. മൺചട്ടിക്ക് പകരം വേറെ പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം ഇവിടെ മീനിൻ്റെ ഡിഷ് ആയതുകൊണ്ട് മൺചട്ടി എടുത്തുവെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ വഴറ്റിയെടുക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. മൺചട്ടി ഗ്യാസിൽ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴാണ് ചട്ടിയുടെ അടിഭാഗത്തൊക്കെ വിള്ളൽ വരുന്നത്. അതുകൊണ്ട് അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിവിടെ നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇത് കുറച്ചും കൂടെ ഒന്ന് വഴന്ന് വന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഇത് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടികളൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. തീ ഞാനിവിടെ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരവിയതൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എല്ലാം കൂടെ വീണ്ടും ചെറിയ തീയിൽ തന്നെ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതൊരുപാട് ഡാർക്ക് കളറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. തേങ്ങയെല്ലാം നല്ലപോലെ ചൂടായി വന്നാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നല്ല പുളിയുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താലും മതി. തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി വഴറ്റി അതേ സമയത്ത് തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇനി ഈ പുളിവെള്ളം നല്ലപോലെ വറ്റി വരണം. അത്രയും സമയം ചെറിയ തീയിൽ തന്നെ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പുളിവെള്ളം വറ്റുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ ആയിരിക്കും. അതുകൊണ്ട് പുളിവെള്ളമൊക്കെ കുറച്ച് വറ്റിയതിന് ശേഷം വേണം നമ്മൾ മീൻ പൊടിച്ചത് ഇട്ട് കൊടുക്കാനായിട്ട്. മീനൊക്കെ നമ്മൾ നേരത്തെ മുള്ള് മാറ്റി പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ മുള്ള് ഒരുപാടുള്ള മീൻ എടുക്കരുത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിയെല്ലാം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പൊടിച്ച് വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഫ്ലെയിം ഞാനിവിടെ കൂട്ടി വെച്ചിട്ടില്ല, ചെറിയ തീയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി ഉപ്പൊക്കെ ഒന്നും കൂടെ നോക്കണം. അതിന് മുന്നേ ആയിട്ട് കുറച്ചും കൂടെ പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്
1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഇളക്കിയെടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പൊടികളൊന്നും ഇട്ട് കൊടുക്കാനില്ല. എരിവും പുളിയും എല്ലാം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം മുളക് പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ കാശ്മീരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എരിവ് കാണത്തില്ല. അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടത്. ഇനി സാധാരണ മുളക് പൊടി ഇടുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുളക് ഒരുപാട് കൂടിപ്പോവും. ഞാനിവിടെ ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവാണ്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന മീൻ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾക്ക് മീൻ തോരനായിട്ട് മാത്രമല്ല, നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് തേങ്ങയും ശർക്കരയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് പകരം ഈ ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. മധുരം ഒഴിവാക്കണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനും കൂടിയാണിത്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കിയെല്ലാം ഇതേപോലെ വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഒരു പിടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ തോരൻ അല്ലെങ്കിൽ മീൻ ഉലർത്തിയത് തയ്യാറായി കഴിഞ്ഞു. ഇതിൽ തീരെ മുള്ളില്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലൊരു വിഭവം കൂടിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് റോൾ ചെയ്തിട്ടും അങ്ങനെയെല്ലാം നമ്മൾക്ക് കഴിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേരത്തെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വറ്റിയതിന് ശേഷമാണ് ബാക്കി ചേരുവകളെല്ലാം ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് തീരെ കുഴഞ്ഞ പോലെയൊന്നും ഇരിക്കത്തില്ല. വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മീൻ വെച്ചിട്ടുള്ള ഒരു വിഭവം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ചാനലിൽ മീനിൻ്റെ വിഭവങ്ങൾ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അതിലും ഒരു മീൻ ഉലർത്തുണ്ട്. അത് വേറെ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതും എല്ലാവർക്കും ഇഷ്ടപ്പെടും. മീൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ് ഈ മീൻ ഉലർത്തിയതിനും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മീൻ അടക്കി ഫില്ലിംഗ് ആയിട്ട് മാത്രമല്ല, ഇത് കട്ട്ലേറ്റ് പോലെ നമ്മൾക്ക് തയ്യാറാക്കാം. അതായത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതിനകത്തേക്ക് ചേർത്ത് നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെയും ഇത് തയ്യാറാക്കിയെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്